തനി ഓറഞ്ചിന്റെ കളറായിരുന്നു വെള്ളം ഇരുന്നാർന്നത്. ഇപ്പൊ ഞങ്ങളുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം ഫിൽട്രേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഗുണമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ഗുണമുണ്ട്. കാരണം ഇത്രയും പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചായിരുന്നില്ല. കിണർ കുത്തിയിട്ടിട്ട് 14 വർഷമായിട്ട് ഞങ്ങൾ കിണർ കുത്തിയിട്ട് ഇന്നേ വരെ ഈ സമയത്ത്, അതായത് ഒരു ഒക്ടോബറിന് ശേഷം ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം ഈ കളറിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ടാങ്കിലത്തെ അവസ്ഥ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വെള്ളം തെളിഞ്ഞ് കണ്ടപ്പോഴുള്ള ഒരു ഇത് ഞങ്ങൾക്ക് മറ്റുള്ള ഇത് പറ്റിയില്ലെങ്കിൽ കുളിക്കാനും അലക്കാനാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് വെള്ളത്തിന് ക്ഷാമം ഞങ്ങൾ അനുഭവപ്പെടുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പി. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളന്ന് കുത്തിയോടാണ് നിങ്ങളത്. കുത്തിയോട് എന്ന് പറയുമ്പോൾ നമ്മുടെ പടിഞ്ഞാറെ പള്ളിക്ക് അടുത്തായിട്ടാണ് നമ്മുടെ ഈ സൈറ്റ്. ഒരു ടെറസിന്റെ മേലെയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. സൈറ്റിലെത്തി നമ്മൾ ഓൾറെഡി. അപ്പോൾ അന്നേരം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലുള്ള സെൽഫ് ഫിൽട്രേഷൻ ചെയ്യാൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വെള്ളം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം എന്ന് പറയുമ്പോൾ ഓപ്പൺ കിണറാണ്, ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ആ വെള്ളത്തിനകത്ത് എന്താ പറയാ, ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് TDS, കണ്ടക്ടിവിറ്റി, ഹാർഡ്നെസ്, അതേപോലെ തന്നെ അയണിന്റെ സാന്നിധ്യം, ഡിസോൾവ്ഡ് അയൺ. അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ അയൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യത്യസ്തമായ ഒരു അയൺ, അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ വെള്ളം കലങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു അയണിനെ പിടിക്കണമെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഏരിയേഷൻ പ്രൊസീജിയറിലൂടെ, അതായത് ഏരിയേഷൻ എന്ന് പറയുമ്പോൾ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ടാങ്കിന്റെ അടപ്പനൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മൂടി, ടാങ്കിന്റെ മൂടിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ നെറ്റൊക്കെ കെട്ടി വീഴുന്ന വെള്ളം, അതായത് നമ്മളുടെ വെളിയിൽ നിന്ന് വരുന്ന വെള്ളം വീഴുമ്പോൾ അത് സ്പ്രേ ചെയ്ത് വീഴ്ത്തി അങ്ങനെ കുറെ ഏരിയേഷൻ പ്രൊസീജിയറിലൂടെയൊക്കെ നമ്മൾ അതിനെ ഒരു 80 to 85% നമ്മളത് സാധാരണ ക്ലിയർ ആക്കി എടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രാവിറ്റിയിൽ ചെയ്യുമ്പോൾ അത് സക്സസ് ആവാറുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കത് നടക്കില്ല. കാരണം ഇവിടെ ഓക്സിഡേഷന്റെ അഭാവമല്ല. കാരണം നമ്മൾ വെള്ളം പിടിച്ചു വെക്കുമ്പോൾ സാധാരണ രീതിയിൽ അത് ഊറി വരണം. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ സെറ്റിൽ ഡൗൺ ആവാറുണ്ട്. ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ അത് അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല. അങ്ങനെ സെറ്റിൽ ഡൗൺ ആവാറുമില്ല, ഊറി വരാറില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്ലോറിനേഷൻ കൊടുക്കണം. ക്ലോറിനേഷൻ അതായത് ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടന്നാൽ മാത്രമേ ആ വെള്ളത്തിലുള്ള കളറും ബാക്കിയുള്ള ടർബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഊറി കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം അത് അഴുക്കുണ്ടെന്നുള്ള കാര്യം. അഴുക്കെന്ന് പറയുമ്പോൾ എത്രത്തോളം ടർബിഡാണ്, എത്രത്തോളം നമ്മുടെ കളർ വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിന് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിലവിൽ ആ ഒരു കളറല്ല ആക്ച്വലി ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരുപാട് മോശമാണ്. നല്ല രീതിയിൽ മഞ്ഞ കളറാണ്. അപ്പൊ ഇത് ഇത്രയെങ്കിലും തെളിഞ്ഞു കിട്ടാൻ കാരണം ഇന്നലെ നമ്മൾ ഇതിനകത്ത് ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ക്ലോറിനേഷൻ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമുക്ക് ഡോസിങ് പമ്പ് ത്രൂ ആണ് നമ്മുടെ പമ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് റോ വാട്ടർ പമ്പ്, വെൽ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ എന്താ പറയാ ക്ലോറിൻ ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് ശരിക്കും വേണ്ടത്. അങ്ങനെ ക്ലോറിൻ ഇഞ്ചെക്ട് ചെയ്താൽ മാത്രം പോരാ, ആ ക്ലോറിൻ അവിടെ വെള്ളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആ ക്ലോറിൻ പ്രവർത്തിക്കാൻ ഒരു ടൈം പീരീഡ്, ഒരു ടൈമും കൂടി കിട്ടണം. അപ്പൊ ടാങ്കിൽ അത് റെസ്റ്റിംഗ് ടൈം എന്ന് പറയും, അത് കൂടി നമുക്ക് അതിനകത്ത് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെള്ളമാണത്. അപ്പൊ നമുക്ക് അതിനെയാണ് ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റിയും TDS-ഉം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ സെൽഫ് ഫിൽട്രേഷനെ കൂടി പോകത്തില്ല. അതൊരു ഉപ്പിന്റെ സാന്നിധ്യം ഉള്ളതിന്റെ പേരിലാണ് ആ ഒരു രീതിയിലുള്ള ഒരു ഇത് പോവാത്തത്. അപ്പൊ നമുക്ക് അതിന് പ്യൂരിഫയർ തന്നെ നോക്കണം. പിന്നെ ഹാർഡ്നെസ് കുറയാനായിട്ട് നിങ്ങൾക്ക് നേരത്തെ നമ്മളുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹാർഡ്നെസ് കുറയാനായിട്ട് നമുക്ക് സോഫ്റ്റ്നർ എന്ന് പറഞ്ഞ മീഡിയ ഇട്ടാലേ ഹാർഡ്നെസ് കുറയത്തുള്ളൂ. അപ്പോൾ നിലവിൽ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം നമുക്ക് നിലവിൽ ഇവർക്ക് ഇവിടെ വെള്ളത്തിന്റെ ഭയങ്കര ഷോർട്ടേജ് ആണ്. അപ്പോൾ ഒരു മൾട്ടിമീഡിയ ആണ്, അയൺ റിമൂവർ മീഡിയ അടക്കമുള്ള ഒരു മൾട്ടിമീഡിയ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂടെ കൂട്ടിക്കോളാം. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി, സമയം കളയാനില്ല. ഇപ്പോൾ ടെറസിന്റെ മേലാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഗ്രാവിറ്റിയിലാണ് ചെയ്യുന്നത്. അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. ബൈ. അപ്പൊ ഞാൻ നിങ്ങൾ വെല്ലാദ്യം കാണിച്ചു കേട്ടാ. വെല്ലിന്റെ അവസ്ഥ നോക്കിയേ, ഇപ്പൊ തന്നെ കളർ ഓൾറെഡി ചേഞ്ച് ആയിട്ട് കിടക്കുന്നത്. ഇതൊന്നും അല്ലട്ട കളർ, ഇതിനേക്കാളും ഭയങ്കര മോശമായിരുന്നു. നമ്മൾ കുറച്ച് ക്ലോറിനേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതിന്റെ പേരിലാണ് കുറച്ച് നമുക്കൊന്ന് വെള്ളത്തിന് കളർ വ്യത്യാസം വന്നേക്കണത്. അപ്പൊ ഈ വെള്ളത്തിന് നമുക്ക് റെഡിയാക്കേണ്ടത്. നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ ഒരു ഏരിയയിലാണ്, ചിമ്മിനിയുടെ തൊട്ട് അടിയിൽ കണ്ടിട്ടാണ് നമ്മൾ വെക്കണത്. ഇവിടെ മേലെ കയറ്റി വെക്കാനുള്ള കാരണം ഇവിടെ മേലെ ഇനി ഫ്യൂച്ചറിൽ ഇവര് മേലോട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടിയിൽ വെക്കുകയാണെങ്കിൽ അടിയിൽ നിന്ന് മേലോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതിന്റെ പേരിലാണ് നിലവിൽ മേലോട്ട് തന്നെ കയറ്റി വെക്കുന്നത്. അപ്പൊ ചിമ്മിനിയുടെ അടുത്തെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 അടി ഹൈറ്റ് നമുക്ക് ഏകദേശം കറക്റ്റ് തന്നെ ആയിട്ട് കിട്ടും അത്. അപ്പൊ അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അപ്പൊ 2 ടാങ്കാണ് ഉള്ളത്. 2 ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ 500-ന്റെ 2 ടാങ്കാണ്. അപ്പൊ 1000 ലിറ്ററാണ്. രണ്ടും കൂടി ഇന്റർലൂപ്പ് ചെയ്തേക്കാണ്.
അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ റോ വാട്ടർ വന്ന് വീഴുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ അടപ്പന മൂടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നെറ്റൊക്കെ കെട്ടും. ഗ്രാവിറ്റിക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്ക് വർക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. Neon hums like a subtle thrill. Shadows dance on the windowsill. Concrete dreams and the glow collide. Breathe it in, let the waves decide. Street lights flicker, a Morse code plea. Whispers rise from the cracks in the street. Loose lit poets on cobbled ground. Every word a kaleidoscope sound. We're chasing night lights in the city, spinning wild dreams out of pity. Every heartbeat's a brand new song. Time feels right, the world's not wrong. Echoes rewind, spin back the dial. Drunk on the charm of this retro style. Fingers snap, let the moonlight guide. In the city, we collide. Glass hearts tick to the beat they keep. Fog hides truth in a smoky sweep. Moments kissed by the amber haze. Soul-stung stars like their reckless gaze. We're chasing night lights in the city, spinning wild dreams out of pity. Every heartbeat's a brand new song. Time feels right, the world's not wrong. Glass hearts tick to the beat they keep. Fog hides truth in a smoky sweep. Moments kissed അപ്പൊ by the കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞു. മീഡിയ എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ പ്ലംബിംഗ് വർക്കും തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്ത് ലൈനപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് ടാങ്കിൽ വെള്ളമില്ല. ഇനി ആദ്യം ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറണം താഴ്ത്തുന്നു. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ബൈ കൂട്ടുകാരെ, നമ്മളിത് വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ കളറാണ്ടത് റോ വാട്ടറിന്റെ കളറാണ്. അത് ഞാൻ നിങ്ങൾ ആ മേലെ കയറി കാണിച്ചു തരാം കേട്ടോ. കേട്ടോ നമ്മുടെ വെള്ളത്തിന്റെ കളർ നോക്കിയേ. ഇപ്പൊ വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. neon hums like a subtle thrill. ഇപ്പുറത്തേക്ക് വന്ന് മൂടി മൊത്തം ഇതായിക്കണ്ട. Concrete dreams and the glow collide. Breathe it in, let the waves decide. അങ്ങനെ നമ്മുടെ ബാക്ക് വാഷ് സ്റ്റാർട്ട് ആയിട്ടോ. Street lights flicker, a Morse code plea. Whispers rise from the cracks in the street. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. വർക്ക് എന്ന് പറയാനായിട്ട് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബാക്ക് വാഷും കഴിഞ്ഞു, നമ്മൾ ലൈനപ്പും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണണ്ടേ? ഞാൻ ആ ക്വാളിറ്റി ഒക്കെ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇവിടെ വെള്ളം ഞങ്ങൾ കാണിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. വെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. വേണ്ട ജ്യൂസ് കലക്കിയ മാരത്തെ വെള്ളം. ഇത് നമ്മളുടെ റോ വാട്ടറാണ്. ഞാൻ ടാങ്കിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. ഞാൻ നേരിട്ട് നിങ്ങളെ ലൈവ് എടുത്ത് കാണിച്ചു തരാം. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട് സാധനം. നല്ല കണ്ണീര് പോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഞാൻ ലൈവ് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ചാർജ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. വേണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇത്രയും നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഫിൽട്രേഷൻ വെച്ചതിന് ശേഷം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പൊ ടാങ്കിൽ ഇതാണ് കളർ കേട്ടോ. അപ്പൊ ഇത്രയും നമുക്ക് വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഒരു ഹാപ്പി ആണോ, എന്തായിരുന്നു അവരുടെ വെള്ളത്തിന്റെ പ്രശ്നം, ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞേക്കാളും നല്ല കസ്റ്റമർ തന്നെ പറഞ്ഞാണ്. അപ്പൊ നമുക്ക് കസ്റ്റമറോട് ചോദിച്ചു നോക്കട്ടോ. നേരെ നമുക്ക് കസ്റ്റമർ വിളിക്കാം. കസ്റ്റമർ ഉണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ചേച്ചി പായോ? നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ മൈക്ക് ചേച്ചിയുടെ കയ്യിലേക്ക് തരാം. നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് അഭിപ്രായം, എങ്ങനെയായിരുന്നു നമ്മുടെ വെള്ളം, ഇപ്പൊ എന്താണ് അവസ്ഥ എന്നുള്ളത് പ്രേക്ഷകരോട് നമ്മുടെ നിന്ന് പറഞ്ഞോളൂ.
ഞങ്ങളുടെ വെള്ളം എന്ന് പറഞ്ഞാൽ തനി ഓറഞ്ചിന്റെ കളറായിരുന്നു വെള്ളം ഇരുന്നാർന്നത്. ഇവരുടെ അടുത്ത് പറഞ്ഞ് ഇവരിന്ന് വന്ന് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം ഫിൽട്രേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഗുണമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ഗുണമുണ്ട്. കാരണം ഇത്രയും പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചായിരുന്നില്ല. കിണർ കുത്തിയിട്ടിട്ട് 14 വർഷമായിട്ട് ഞങ്ങൾ കിണർ കുത്തിയിട്ട് ഇന്നേ വരെ ഈ സമയത്ത്, അതായത് ഒരു ഒക്ടോബറിന് ശേഷം ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം ഈ കളറിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ടാങ്കിലത്തെ അവസ്ഥ ഈ PWD മറ്റേ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കലങ്ങി പുഴയിന്ന് കയറിയതിന്റെ കുറച്ച് കലക്കം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇതും കൂടി കലക്കം കൂടി വന്നപ്പോ അയണിന്റെ ഇതുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വെള്ളം തെളിഞ്ഞ് കണ്ടപ്പോഴുള്ള ഒരു ഇത് ഞങ്ങൾക്ക് മറ്റുള്ള വീട്ടിലേക്ക് പറ്റിയില്ലെങ്കിൽ കുളിക്കാനും അലക്കാനാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വെള്ളത്തിന് ക്ഷാമം ഞങ്ങൾ അനുഭവപ്പെടുന്നത്. കുടിക്കാൻ പിന്നെ ഞങ്ങൾക്ക് ഒരു 50 രൂപ എടുത്ത് ഒരു ക്യാൻ മേടിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് പറ്റും. മറ്റുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. ഇപ്പൊ ഒരു മാസത്തോളം ഞങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ടിരിക്കും. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എനിക്കിപ്പോ ഇത് കണ്ടിട്ട്. ഇപ്പൊ നദി വെള്ളത്തിന്റെ അത് നമ്മുടെ ഇപ്പൊ കളർ വ്യത്യാസമൊക്കെ മാറി, പക്ഷെ അത് വേറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഉപ്പിന്റെ ഇതുണ്ടാവാം, TDS അതുപോലെ കണ്ടക്ടിവിറ്റി 2 പാരാമീറ്റേഴ്സ് അത് ഇതുവഴി പോവില്ല. ഇല്ല പോവില്ല. ഹാർഡ്നെസ് ഉണ്ട് നമുക്ക് വെള്ളത്തിന്. ഈ ഹാർഡ്നെസ് മാറുന്നുണ്ടെങ്കിൽ സോഫ്റ്റ്നർ മീഡിയ ഇടണം. സോഫ്റ്റ്നർ ഇട്ടാൽ അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ അതും ബുദ്ധിമുട്ടാണ്. കാരണം അതിന് റീജനറേഷൻ എന്നൊരു പരിപാടി ഉണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഹാർഡ്നെസ് പിന്നെ TDSും കണ്ടക്ടിവിറ്റിയും കുറക്കാനായിട്ട് നമുക്ക് പ്യൂരിഫയർ വെച്ചാലേ പറ്റുള്ളൂ. അതിന് മീഡിയക്ക് അതിനുള്ള കഴിവില്ല. അത് ഏത് മീഡിയ ഇട്ടാലും ഫിൽട്രേഷനകത്തുള്ള ന്യൂനതയാണ്. ഒരു -പോയിന്റ് തന്നെ വേണമെങ്കിൽ പറയാം. ബാക്ടീരിയയും പോവില്ല, ഉപ്പും പോവില്ല. ബാക്കി നമുക്ക് ഹാർഡ്നെസ് കട്ടിപ്പ് എന്ന് പറഞ്ഞ സംഭവം അത് മാറ്റിയെടുക്കാൻ മറ്റേ പ്യൂരിഫൈ ചെയ്യാൻ എന്തായാലും പറ്റുള്ളൂ എന്നുള്ളത് ഹാപ്പിയാണ്. വളരെയധികം ഹാപ്പി. കൂട്ടുകാരെ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഒരു ഏകദേശം വ്യക്തത വന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേടാ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.